സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ എപ്പിസോഡിൽ കാണുന്നത് ഒരു 100-ൽ 20% മാത്രം കണ്ടൻസ് ആണ് നമ്മൾ ബിഗ് ബോസ് സീസൺ 7 പറ്റിയ ഒരു എപ്പിസോഡിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ലൈവ് നോക്കാൻ ശ്രമിക്കുക, ലൈവിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ കാണാൻ ശ്രമിക്കുക. കാരണം ലൈവിലാണ് കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ ഈ എപ്പിസോഡ് കണ്ട ആൾക്കാർ വിലയിരുത്തുന്നതിനേക്കാളും കൂടുതലായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ലൈവിലൂടെയാണ്. സത്യം പറഞ്ഞാൽ ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് എത്രമാത്രം സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് അവർ ഉള്ളിലുള്ള ആൾക്കാർ. ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് രാവിലെ മോർണിംഗ് ടാസ്കിനിടയ്ക്ക് ഇവരോട് കണ്ടസ്റ്റൻസിനോട് എന്താ ഇവിടെ നടക്കുന്നത്, ഇതെന്താ നാടകമാണോ, നിങ്ങളെല്ലാവരും എന്താ സ്ക്രിപ്റ്റാണോ, നിങ്ങളൊക്കെ ഓഡിഷൻ വന്ന സമയത്ത് ചോദിച്ചിരുന്നു ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന്. ഇപ്പോൾ ശരിക്കും ഇവിടെ ആരാണ് സ്ക്രിപ്റ്റ് കളിക്കുന്നതെന്ന് അനുമോൾ ഒരു സൈഡിൽ നിന്ന് കരയുന്നത്, ഷാനവാസ് ദേഷ്യപ്പെടുന്നുണ്ട്, അഭിലാഷ് ദേഷ്യപ്പെടുന്നുണ്ട്, അനീഷിൻ്റെ ഒരു ഗുഡ് മോർണിംഗിൻ്റെ ഒരു പ്രശ്നം, അങ്ങനെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്കിടയിൽ തന്നെ. എന്താ ഇത് എനിക്കൊന്നും ഇവിടെ വ്യക്തമായില്ല. ബിഗ് ബോസ് ചോദിക്കുന്നവരോട് എനിക്കിതൊന്നും വ്യക്തമായില്ല, ഒന്നും കൂടി ഒരു 10 മിനിറ്റ് സമയം തരാം, നിങ്ങൾ ഒന്നും കൂടി ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്കിത് ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല, കാരണം ഓൾറെഡി പ്ലാനിങ് ആണല്ലോ, നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത്. മോഹൻലാൽ പറഞ്ഞത് ഓർമ്മയില്ലേ, ഒരു കാർഡും എടുത്ത് ഇവിടെ കളിക്കാൻ പറ്റില്ല, ഒരു നന്മമരമോ ഒരു തരത്തിലുള്ള നിങ്ങളുടെ നാടകവും ഇവിടെ ആവശ്യമില്ല, ഇവിടെ എന്താണ് നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പോലെ തന്നെ എല്ലാവർക്കും അറിയാം. പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊട്ടന്മാരല്ല എന്നൊക്കെ രീതിയിൽ ബിഗ് ബോസ് കാര്യമായിട്ട് എല്ലാവരും ഊക്കി വിടുകയാണ് സത്യം പറഞ്ഞാൽ. അതായത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഈ സീസൺ 7 തന്നെ 7ന്റെ പണിയിൽ ലാലേട്ടൻ പറഞ്ഞത് ചുമ്മാതല്ല എന്ന് നമുക്ക് തന്നെ തോന്നുന്നു. കാരണം എല്ലായിടത്തും തൊട്ടടുത്തും വെച്ചെടുത്ത് സകലയിടത്തും അവർക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നന്നായിട്ട് അനീഷൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്, എല്ലാവരും കയറി ചൊറിഞ്ഞ് മറ്റുള്ളവർ ഇറിറ്റേറ്റ് ചെയ്ത് അവർ പോലും അറിയാതെ അവരുടെ സ്വഭാവം പുറത്ത് വരുന്നുണ്ട്. അതേപോലെ രേണുസുതി ഒരുപാട് സ്ഥലത്ത് അതായത് നല്ല രീതിയിൽ ഡബിൾ സ്റ്റാൻഡിങ്ങിൽ നടക്കുന്നുണ്ട്. അതായത് നമ്മൾ പ്രത്യേകിച്ച് നാടകം ഒന്നും ഇതാക്കല്ല. രേണുസുതി പറയുന്നുണ്ട് ഞാൻ ഒരു 2 ആഴ്ച ഞാൻ ഇതുപോലെ ഇത് ലൈറ്റ് ആയിട്ടൊക്കെ പോകും, അത് കഴിഞ്ഞ് എൻ്റെ സ്വഭാവം പുറത്ത് വരുന്നു. അപ്പോൾ നമ്മുടെ റന പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല ചേച്ചി, അങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്, നമ്മൾ ഓൾറെഡി ഒരേപോലെ ആയിരിക്കണം, എന്തുകൊണ്ടാണ് നാടകം പോലെ നമ്മളൊരു മുഖംമൂടി അണിയേണ്ട ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും അണിയുന്നുണ്ടാവും, ഞാൻ മാത്രമല്ല. അപ്പോൾ റന പറയുന്നുണ്ട് അല്ല ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒബിയസ്ലി എങ്ങനെയാണ് ഉള്ളത് അതുപോലെയാണ് ഞാൻ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ചെറിയൊരു ഇതൊക്കെ ആവുന്നുണ്ട്. രേണുസുതിയോ മാക്സിമം ഈ നമ്മുടെ നൂറിനും ആദിലയോടെ കൂടി ഒരു കമ്പനിയൊക്കെ ആയി സെറ്റാകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പം ആര്യ നമ്മുടെ റനയുമായിട്ട് ഒരു കോമ്പോ സൃഷ്ടിക്കാൻ നോക്കുന്നുണ്ട്. എല്ലാം കൂടി ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും ലൈവിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു 8ന്റെ പണി തന്നെ കൊടുക്കുകയാണ് ബിഗ് ബോസ് ശരിക്കും ഈ സീസണിൽ ചെയ്യുന്നത്. എല്ലാവരുടെ നാടകം എല്ലാവരുടെ ഇതും എടുത്തെടുത്ത് പറഞ്ഞ് അവരെ അവരുടെ പ്രവൃത്തികൾ അവർ എന്താ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ബിഗ് ബോസ് അവരെ അടിച്ചമർത്തുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും കാണാം. പ്ലീസ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക.